കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ധാരണ അംഗീകരിക്കുമെന്ന് പി.ജെ. ജോസഫ് വിഭാഗം. അല്പസമയത്തിനകം ഉമ്മൻചാണ്ടി, ചെന്നിത്തല, മുല്ലപ്പള്ളി എന്നിവരുമായി പി.ജെ. ജോസഫ് കൂടിക്കാഴ്ച നടത്തും. വിശദമായ വിവരങ്ങളുമായി ദിനകർ ചേരുന്നു. എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ ദിനകർ? നിർഭൻ, പി.ജെ. ജോസഫ് ഇപ്പോൾ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായും ഒപ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു. അല്പസമയത്തിനകം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂടി എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അറിയിച്ചിരിക്കുന്നത്. ചർച്ച ഇപ്പോൾ തുടരുകയാണ്, കൂടിക്കാഴ്ച തുടരുകയാണ്. കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കും എന്നാണ് പി.ജെ. ജോസഫ് അല്പം മുൻപ് PPTVയോട് വ്യക്തമാക്കിയത്. അത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അത്തരമൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു. അതിന് പ്രതിഫലനം ആണ് ഇത് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അംഗീകരിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ താൽക്കാലികമായി പ്രതിസന്ധി ഒഴിയാനുള്ള ഒരു സാധ്യത രൂപപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അതേസമയം KM മാണിയുമായി യോജിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഫോർമുലയും ഇപ്പോഴും രൂപപ്പെട്ടു വന്നിട്ടില്ല. തനിക്ക് സീറ്റ് നിഷേധിച്ചതിൽ പി.ജെ. ജോസഫ് കടുത്ത അസംതൃപ്തിയിലും അമർഷത്തിലുമാണ്. താൻ വലിയ അപമാനമാണ് താൻ നേരിടുന്നത്. വൈസ് ചെയർമാനായിട്ടുള്ള വർക്കിംഗ് ചെയർമാനായിട്ടുള്ള തനിക്ക് സീറ്റ് നിഷേധിച്ചതിലൂടെ തന്നെ അപമാനിച്ചു, വലിയ രീതിയിൽ അപമാനിക്കപ്പെട്ടു എന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം വൃണിത ഹൃദയനാണ്. അത് പൊതുവെ കേരള കോൺഗ്രസിനുള്ളിൽ തന്നെയും ഒപ്പം കോൺഗ്രസിനുള്ളിലും ആ ഒരു വികാരമുണ്ട്. പി.ജെ. ജോസഫിന് സീറ്റ് നൽകാമായിരുന്നു. കാരണം ജോസ് കെ മാണിക്ക് KM മാണി കോൺഗ്രസിലേക്ക് UDF-ലേക്ക് തിരികെ എത്തിയപ്പോൾ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് അനുവദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധി അന്ന് തന്നെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു, കടുത്ത എതിരഭിപ്രായം ഉയർന്നു വന്നിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ തന്നെ മറ്റൊരു പ്രമുഖൻ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു. ആ പശ്ചാത്തലത്തിൽ ആ സീറ്റ് ജോസഫിന് തന്നെ നൽകേണ്ടതായിരുന്നു എന്ന ഒരു വികാരവും കോൺഗ്രസിനുള്ളിലും ഒപ്പം മാണി വിഭാഗത്തിനിടയിലുമുണ്ട്. അത് മാണിക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്കിടയിൽ പോലും ആ ഒരു വികാരമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോസഫിന്റെ നിലപാട് അല്ലെങ്കിൽ ജോസഫിന്റെ ആഗ്രഹം അത് അംഗീകരിക്കപ്പെടേണ്ടതായിരുന്നു എന്ന നിലപാട് മാണി ഗ്രൂപ്പിനുള്ളിൽ തന്നെ മാണിയുടെ അടുത്ത് നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള പല നേതാക്കൾക്കും ഉണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത് അല്ലെങ്കിൽ UDF നേരിടുന്നത് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിലനിൽക്കുന്ന പശ്ചാത്തലം, രാജ്യമൊട്ടാകെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന പശ്ചാത്തലം, ആ ഒരു സാഹചര്യത്തിൽ UPA അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സീറ്റ് ജോസഫിന് നൽകണമായിരുന്നു എന്ന ഒരു നിലപാട് മാണിക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന വികാരമാണ് ഉള്ളത്. ജോസ് കെ മാണിയുടെ ഇടപെടലാണ് ഇത്തരത്തിൽ പി.ജെ. ജോസഫിന് സീറ്റ് നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എന്ന ഒരു വികാരവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തന്നെയുണ്ട്. മാണിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് തന്നെ അത്തരത്തിലൊരു വികാരമുണ്ട്. എന്തായാലും താൽക്കാലികമായി ഒരുപക്ഷെ ഇത് ഒരു താൽക്കാലിക ശമനം, പ്രതിസന്ധിക്ക് ഒരു അയവ് വരാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരം ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത്. UDF നേതൃത്വം ചില നിലപാടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വ്യക്തമാണ്. അതായത് ഇലക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തുന്ന സർവകക്ഷി യോഗം ആരംഭിച്ചു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള സർവകക്ഷി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത്. സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കരുത് എന്ന പരാമർശം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയിരുന്നു. ഇതിനെതിരെ BJPയും UDFും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. കേരള കോൺഗ്രസ് വിഷയം സംബന്ധിച്ച ചർച്ച ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൂവരും ഒത്തുള്ള കൂടിക്കാഴ്ച
കോൺഗ്രസിന്റെ നിർദ്ദേശം ജോസഫ് പാലിക്കുമോ എന്നതാണ് ഇപ്പോൾ അറിയേണ്ടത്. കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. ദിനകർ ചേരുന്നു. ദിനകർ, തുടരാം. എന്തൊക്കെയാണ് ഇപ്പോൾ അവസാനം ലഭിക്കുന്ന വിശദാംശങ്ങൾ? നിർബൻ എന്തായാലും പി ജെ ജോസഫ് മുന്നണി വിടില്ല, അക്കാര്യത്തിൽ സംശയമില്ല. പിളർന്നുകൊണ്ട്, പാർട്ടി പിളർത്തിക്കൊണ്ട് മുന്നണി വിടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം UDF-നുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധിയാണോ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ UDF-ന് ഇപ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാണി ഗ്രൂപ്പിനുള്ളിൽ, കേരള കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. അത് കേവലം കോട്ടയം സീറ്റിനെ മാത്രമല്ല ബാധിക്കുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കോട്ടയത്ത് തോമസ് ചാഴികാടൻ മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി പി ജെ ജോസഫിന് തോമസ് ചാഴികാടനുമായി സമരസപ്പെട്ടു പോവുക സാധ്യമല്ല. ജോസഫിന്റെ അണികൾക്കും അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കോട്ടയം സീറ്റിൽ മാത്രമല്ല മറ്റു പല സീറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുരണനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തടുക്കാൻ കഴിയുകയില്ല. എന്തായാലും താൽക്കാലികമായി ഒരു വെടിനിർത്തലിന് ജോസഫ് തയ്യാറായിരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അത് എന്ത് ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. അത് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഏതെങ്കിലും ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാവാം. അത് എന്ത് എന്നുള്ളത് നമുക്ക് ചർച്ചകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ജോസഫ് വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു എന്ന വസ്തുത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം മുന്നണി വിടുകയും ചെയ്യില്ല. അതേസമയം മാണിയുമായി ഒരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും അദ്ദേഹം തയ്യാറല്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. തൽക്കാലം UDF നേതാക്കളുടെ വാക്കുകൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് താൻ തനിക്ക് സീറ്റ് വേണമെന്ന നിലപാടിൽ നിന്നും പിന്നോക്കം പോകും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. അതേസമയം ഇനി അഥവാ അദ്ദേഹം ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇടുക്കി സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഉള്ള ഒരു അനുരഞ്ജന ശ്രമം ഉണ്ടായേക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. എങ്കിൽ പോലും അത് വളരെ വിരളമാണ്. അത്തരം ഒരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സ്വാഭാവികമായും കോൺഗ്രസ് ആ സീറ്റ് വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ ജോസഫിനോട് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള താല്പര്യവും ഒക്കെ കണക്കെടുക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒരു സാധ്യതയും വളരെ വിദൂരമാണെങ്കിൽ കൂടിയും ആ ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മറിച്ച് മാണിയുമായി ഒരു അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് KM മാണിയുടെ അതിർത്തിക്കിടയിലാണ് പി ജെ ജോസഫുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുന്നത്. അതായത് മുന്നണിയിൽ തന്നെ പി ജെ ജോസഫിനെ നിലനിർത്തുക, മറിച്ച് KM മാണിയുടെ അതൃപ്തി അവഗണിച്ചും പി ജെ ജോസഫിനെ ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനുള്ള ഏത് തരത്തിലുള്ള ഫോർമുലയാണ്? ദിനകർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണമെങ്കിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച നൽകി ഇടുക്കി സീറ്റ് അടക്കം പി ജെ ജോസഫിന് നൽകാൻ തയ്യാറാകുമോ? അങ്ങനെയുള്ള വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ഒരു വിട്ടുവീഴ്ചയ്ക്കും പി ജെ ജോസഫ് മാണിയുമായി തയ്യാറാകുന്ന സാഹചര്യത്തിൽ നഷ്ടം കോൺഗ്രസിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടാണോ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പി ജെ ജോസഫിന്റെ കാര്യത്തിൽ ചെയ്യുന്നത്? നിർഭൻ, ഞാനത് സൂചിപ്പിച്ചത് വളരെ വിദൂരമായ ഒരു സാധ്യത മാത്രമാണ് അതിനുള്ളൂ. അത്തരത്തിൽ ചില ഘട്ടങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു എങ്കിൽ പോലും അതിലെ ആ ഒരു രീതിയിലേക്ക് സാധ്യത വളരെ വിരളമാണ്. എങ്കിൽ പോലും അതിന്റെ ഒരു വിദൂരമായ സാധ്യത മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. നിലവിൽ KM മാണിക്ക് അപ്പുറം ജോസ് കെ മാണിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കേരള കോൺഗ്രസിനുള്ളിൽ. അത് കേരള കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ മാണിയുമായി അടുത്തു നിൽക്കുന്ന ആളുകൾക്കുൾപ്പെടെ MLA-മാർക്കുൾപ്പെടെ അക്കാര്യത്തിൽ അസംതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള നേതാക്കൾ കേരള കോൺഗ്രസിലുണ്ട് എന്നുള്ള വസ്തുത കൂടിയുണ്ട്. അത് ഒരു പക്ഷേ കേരള കോൺഗ്രസിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജോസ് കെ മാണിയുടെ നേതൃത്വം അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളുടെ ഒരു വലിയൊരു കൂട്ടായ്മ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലുണ്ട്. അതിന് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ ജോസഫ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു നീക്കം ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല എന്ന് തന്നെ ചൂണ്ടിക്കാട്ടേണ്ടി വരും. അത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും അത്തരത്തിലുള്ള ശക്തമായ നിലപാടിലേക്ക് ജോസഫ് നീങ്ങുക. ഒപ്പം ജോസഫിനൊപ്പമുള്ളവരും മാണിക്കൊപ്പം നിൽക്കുന്നവരും ജോസ് കെ മാണിയുടെ നേതൃത്വം അംഗീകരിക്കാൻ കഴിയാത്ത നേതാക്കൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക്, സംവിധാനത്തിലേക്ക്. ദിനകർ, മറ്റൊരു വസ്തുത കൂടി ഈ അവസരത്തിൽ കൂട്ടി വായിക്കണം. അതായത് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് KM മാണി സ്വീകരിക്കുമ്പോഴും KM മാണിയുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. അതായത് KM മാണി ഉറച്ചു തന്നെയാണ്. KM മാണിയുടെ നിലപാടിൽ ഒരു തരത്തിലുള്ള മാറ്റവും കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിഷയം, പി ജെ ജോസഫിന്റെ വിഷയം താൽക്കാലികമായി പരിഹരിച്ചാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ സംഘർഷം തുടരുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ അതിൻ്റെതായ പ്രതിഫലനം ഉണ്ടാകാനല്ലേ സാധ്യത? തീർച്ചയായും നിർബൻ അത് തന്നെയാണ്. കാരണം മാണി
സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തോമസ് ചാഴികാടൻ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇനി എന്തായാലും ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യവുമാണ്. കാരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, തീരുമാനിക്കുക എന്നുള്ളത് അതത് പാർട്ടികളുടെ ആഭ്യന്തര വിഷയമാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് സ്വാഭാവികമായും ഇടപെടുകയില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ ഇടപെടാൻ കോൺഗ്രസിന് കഴിയുകയുമില്ല, ഇടപെടുകയുമില്ല. അതേസമയം മുന്നണിയെ ബാധിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്കിടയാക്കും എന്ന തിരിച്ചറിവിലൂടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജോസഫിനെ താൽക്കാലികമായി അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന തന്ത്രം കോൺഗ്രസ് പയറ്റുന്നത്. അത് ജോസഫ് ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ എന്ത് ഫോർമുലയായിരിക്കും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് വളരെ ആകാംക്ഷാപൂർവ്വം നമ്മൾ നോക്കിക്കാണുന്ന ഒന്ന് തന്നെയാണ്. അത് എന്ത് തരത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും, എന്തെല്ലാം ഓഫറുകൾ നൽകിക്കൊണ്ടായിരിക്കും, വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. എന്തായാലും ജോസഫിനെ മുന്നണിയിൽ നിന്നും വിട്ടുകളയുന്നതിന് UDF നേതൃത്വം തയ്യാറല്ല. അത് ഒരുപക്ഷെ KM മാണിയേക്കാൾ ജോസഫിനോട് തന്നെയാണ് UDF നേതൃത്വത്തിന് പ്രിയം. അത് ഒരു ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്തതാണ്. KM മാണി വിട്ടുപോവുകയാണെങ്കിൽ പോകട്ടെ എന്ന നിലപാട് പോലും പല ഘട്ടങ്ങളിലും സ്വീകരിച്ച് നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാജ്യസഭാ സീറ്റ് KM മാണി ചോദിച്ചു വാങ്ങിയ ഒരു സാഹചര്യം. മുന്നണിയിലേക്ക് വീണ്ടും തിരികെ പ്രവേശിക്കണമെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്നുള്ള കടുംപിടുത്തത്തിനൊടുവിൽ കോൺഗ്രസിന് അത് സമ്മതിക്കേണ്ടി വന്നു. അതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പടലപ്പിണക്കങ്ങൾക്കും വലിയ ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും പോലും ഇടയാക്കിയ സംഭവമായിരുന്നു അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിക്കിടയാക്കിയ ഒരു വസ്തുതയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ മാണിയുമായി UDF നേതൃത്വത്തിലെ പലർക്കും അസംതൃപ്തിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അണികൾക്കിടയിൽ കടുത്ത അസംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ വീണ്ടും ഈ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും രാജ്യസഭാ സീറ്റ് മകന് നൽകിയിരിക്കുന്നു. വീണ്ടും ഒരു സീറ്റ് KM മാണി അല്ലെങ്കിൽ ലോക്സഭയിലേക്കുള്ള സീറ്റിൽ മാണി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിലെയും ഒപ്പം UDFിലെയും നേതാക്കൾക്കിടയിലുള്ള വികാരം. ദിനകർ, വ്യക്തമാണ്. അതായത് PJ ജോസഫിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ തിരക്കിട്ട, അതായത് മാരത്തോൺ ചർച്ചകൾ തുടരുകയാണ്. രാവിലെ ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തി, അതിനുശേഷം രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ മൂവരും ചേർന്ന് മുല്ലപ്പള്ളി കൂടെ ചേർന്നിട്ടുള്ള മാരത്തോൺ ചർച്ച പുരോഗമിക്കുകയാണ്. അനുനയ നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. PJ ജോസഫും KM മാണിയും ഇക്കാര്യത്തിൽ അയവ് ഒട്ടും വരുത്തിയിട്ടുമില്ല. അങ്ങനെ UDFിൽ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുമായുള്ള ചർച്ച ആരംഭിച്ചു. സാമുദായിക ധ്രുവീകരണത്തിന് ഇടയാവും വിധം മതത്തെയോ ദൈവത്തെയോ പ്രചരണത്തിനായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് CEO നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതിയ വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നു. റിനു, യോഗം ആരംഭിച്ചോ? നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ഈ സാമുദായിക ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തരുത് എന്ന് ടിക്കാറാം മീണ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ യോഗത്തെ വിലയിരുത്തണം. യോഗം ആരംഭിച്ചോ? എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? നിർബൻ അല്പസമയത്തിന് മുമ്പാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുമായി രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെല്ലാം തന്നെ ചർച്ച ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസമാണ് മുഖ്യ ഇലക്ടറൽ ഓഫീസറായിട്ടുള്ള ടിക്കാറാം മീണ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തത്. ഇന്ന് പ്രധാനമായും പങ്കെടുക്കുന്ന നേതാക്കൾ CPMന്റെ നേതാവ് ആനന്ദവട്ടം ആനന്ദൻ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ തമ്പാനൂർ രവിയും, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് സനൽകുമാറുമാണ്. ഒപ്പം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള, അതുപോലെ തന്നെ പത്മകുമാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമായും ഇതിൽ ഉയർന്നു വരാൻ പോകുന്ന ചർച്ച എന്ന് പറയുന്നത് ശബരിമല വിഷയം, അതായത് മതപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ രാഷ്ട്രീയ കക്ഷികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് മുഖ്യ ഇലക്ടറൽ ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ വലിയ പ്രതിഷേധങ്ങളാണ് BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കാരണം BJPക്ക് ഒരു ആയുധം മാത്രമേ ഉള്ളൂ സംസ്ഥാനത്ത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് പ്രചരണ ആയുധമാക്കി എടുക്കുവാൻ, അത് ശബരിമല വിഷയമാണ്. അത് പ്രചരണായുധമാക്കാൻ കഴിയില്ല എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി എത്തിയിരുന്നത്. ഇന്ന് ഇലക്ടറൽ ഓഫീസറുടെ റൂമിൽ കയറുമ്പോൾ തന്നെ ആ ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് പരസ്യമായി അവർ അത്തരം ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും ഇരിക്കാൻ, അതായത് മീറ്റിംഗ് കൂടാൻ സ്ഥലപരിമിതി ഉണ്ട് എന്ന ഒരു അപക്വപരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ടിക്കാറാം മീണയോട് തട്ടിക്കേറുന്ന ഒരു സാഹചര്യമാണ് ശ്രീധരൻപിള്ളയുടെയും അതുപോലെ തന്നെ പത്മകുമാറിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്.
അപ്പോ ടി കെ ആർ മീണയുടെ ഭാഗത്തു നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി പരിമിതമായ സ്ഥല സൗകര്യങ്ങളാണ് നമുക്ക് ഇവിടെയുള്ളത്, അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വന്നതെങ്കിൽ പോലും ശബ്ദമുയർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരായി ഉറക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു മിനിറ്റ് പോലും ഓഫീസിന് പുറത്ത് വന്ന് നിൽക്കാത്ത ഈ നേതാക്കൾ മണിക്കൂറുകളായി ഞങ്ങൾ പുറത്തു നിൽക്കുകയാണ് എന്നുള്ള ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തോട് പ്രതികരിച്ചത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ചർച്ച രാഷ്ട്രീയ പ്രതിനിധികളുമായിട്ടുള്ള ആരംഭിച്ചു കഴിഞ്ഞു. തുടർ സമയങ്ങളിൽ നമുക്ക് വിശദമായിട്ടുള്ള ഒരു പ്രതികരണം നൽകാനാവും. റിനു, തുടക്കത്തിൽ തന്നെ പ്രതിഷേധത്തോടു കൂടിയാണ് BJP നേതാക്കന്മാർ യോഗം ആരംഭിക്കുന്ന ഹാളിലെത്തിയതെന്നാണ് റിനു നൽകിയ വിവരം. അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ റിനു നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം മതചിഹ്നങ്ങളോ മതപരമായ വിഷയങ്ങളോ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പാടില്ല എന്ന പ്രതിഷേധം അവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP രേഖപ്പെടുത്തും എന്ന പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു മുതിർന്ന BJP നേതാക്കൾ. ആ പ്രതിഷേധം ഇന്നത്തെ യോഗത്തിൽ പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ, അതായത് BJPക്ക് കൃത്യമായി തന്നെ ഒരു കാര്യം മാത്രമായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പ്രചരണായുധമായിട്ടുള്ളത്. അതിനൊരു വിലങ്ങ് വീഴുമ്പോൾ കൃത്യമായി തന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു വൈകാരികമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല അത്തരത്തിൽ ഒരു പ്രചരണ ആയുധം ആക്കാം ശബരിമലയെ എന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്ന് രമേശ് ചെന്നിത്തല തിരുത്തിക്കൊണ്ടാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത് വന്നത്. പക്ഷേ BJPയിലാകട്ടെ BJPയിലെ എല്ലാ നേതാക്കളും ഒരുപോലെ തന്നെ പ്രതികരിച്ചു. അതായത് കുമ്മൻ രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത് കൃത്യമായി തന്നെ അത് ഒരിക്കലും പാടില്ല. കാരണം ശബരിമല വിഷയത്തിൽ ഇടപെടാൻ പ്രചരണ ആയുധമാക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അത് ഇലക്ടറൽ ഓഫീസറുടെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരം ഒരു പ്രതികരണം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സ്വരം തന്നെയാണ് ഉയർന്നു വന്നത്. അതിന്റെ ഒരു തുടക്കം എന്നോളമാണ് ഒരു മിനിറ്റ് പോലും ഓഫീസിന് പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യാത്ത ഇരുന്ന BJP നേതാക്കൾ മണിക്കൂറുകളോളം തങ്ങളെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്ന്, ഇരിക്കാൻ സൗകര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തട്ടിക്കയറിയത്. വലിയ രീതിയിലുള്ള ഉച്ചത്തിലുള്ള സംസാരമായിരുന്നു അവർ അദ്ദേഹത്തോട് സംസാരിച്ചത്. ആവശ്യമില്ലാത്ത ഒരു ഇടപെടൽ തന്നെയാണ് അവർ നടത്തിയത് എന്ന് തന്നെ നമുക്ക് കാണാം. കാരണം മാധ്യമങ്ങളെല്ലാം തന്നെ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അത്തരത്തിൽ ഒരു പ്രതികരണം, ഒരു തട്ടിക്കയറൽ ഉണ്ടായത് എന്ന് കൂടി നമുക്ക് വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധം അവർക്ക് പറയാൻ പറ്റാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പ്രതിഷേധം അറിയിച്ചു. വരും സമയങ്ങളിൽ കൃത്യമായി തന്നെ ഈ മീറ്റിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വരും സമയങ്ങളിൽ കൃത്യമായി തന്നെ BJP നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം മുന്നോട്ട് വെക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. റിനു കേൾക്കാമെങ്കിൽ യോഗ സ്ഥലത്ത് ഇരിക്കാൻ സൗകര്യമില്ല എന്ന അപക്വപരമായ പ്രതികരണമാണ് BJP നേതാക്കൾ നടത്തിയത്. നേരത്തെ വന്ന് നിൽക്കുകയായിരുന്നു എന്ന കള്ളവും ടിക്കാറാം മീണയോട് പറഞ്ഞു എന്നാണ് അറിയുന്നത്. സംസ്ഥാന നേതൃത്വത്തിലുള്ള BJP നേതാക്കൾ ഇത്രയും അപക്വപരമായി പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരിയാണോ? ഇതിൽ വല്ല വാസ്തവമുണ്ടോ റിനു? നിർവൻ, അതായത് ഒരു 50-ലേറെ മാധ്യമ പ്രവർത്തകരൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, എല്ലാവരും ക്യാമറ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ എത്തിച്ചേർന്നത് ഈ ഓഫീസിന് മുന്നിൽ. ഒരു മിനിറ്റ് പോലും തികച്ച് ഇവർ ഓഫീസിന് മുന്നിലേക്ക് നിൽക്കുകയുണ്ടായില്ല. അതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം ഈ ടിക്കാറാം മീണ ഈ ക്യാബിനകത്തേക്ക് നേതാക്കളെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ഒരു തിക്കിലും തിരക്കിലും, അതായത് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ തിക്കും തിരക്കും, ചെറിയൊരു റൂമാണെങ്കിൽ പോലും അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവർക്കും ഇരിപ്പിടം നൽകി എല്ലാവരെയും കൃത്യമായി തന്നെ ഏകദേശം ഒരു 50ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളാണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. കൃത്യമായി തന്നെ ഇരുത്തി അദ്ദേഹത്തിന് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ വന്ന് ഏറ്റവും മുന്നിൽ നിരയിൽ തന്നെ BJP നേതാക്കൾ ഇരിക്കുകയും അദ്ദേഹത്തിനോട് തട്ടിച്ചേറുകയുമാണ് ഉണ്ടായത്. ഇരിക്കാൻ സൗകര്യമില്ല, ഇവിടെ ഹാളില്ലേ, ഹാള് തരാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള അപക്വപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തട്ടിച്ചേറുകയാണ് ചെയ്തത്. അതായത് സമാധാനപരമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്ന ഒരു മര്യാദയിലല്ല അവർ സംസാരിച്ചത്. വലിയ രീതിയിൽ നിങ്ങൾ ഞങ്ങളുടെ ബോസ് അല്ല, നിങ്ങളുടെ സബോർഡിനേറ്റിനോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സംസാരിക്കരുത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഒരു കുറ്റം ചെയ്ത ആരോടോ ഇവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇവരുടെ ഉച്ചത്തിലുള്ള സംസാരം ഉയർന്നത്. അതിനുശേഷം ടിക്കാറാം മീണ കൃത്യമായി തന്നെ പറഞ്ഞു, ഇത് ഇവിടെ മിക്കമായും പരിമിതികളുണ്ട്, പരിമിതികളൊക്കെ തന്നെ ഉണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കൃത്യമായ ചർച്ച
മുന്നോട്ട് പോകണം, അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരിക്കണം എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുപോലും കേൾക്കാതെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ സ്വരത്തിൽ തന്നെയായിരുന്നു ഇവർ ഉച്ചത്തിൽ സംസാരിച്ചത്. അതായത് വന്ന് കയറുമ്പോൾ തന്നെ ഇവരുടെ ഉള്ളിൽ വൈകാരികമായിട്ടുള്ള ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിന് പരസ്യമായി അത്തരത്തിൽ ആ ഒരു വിഷയം പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രതിഷേധത്തിന് തുടക്കമിടുകയാണ് ചെയ്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. റിനു, വിവരങ്ങൾ വ്യക്തമാണ്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ BJP നേതാക്കളുടെ തികച്ചും പരമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് റിനു റിപ്പോർട്ട് ചെയ്തത്. അതായത് യോഗത്തിന്റെ മുൻനിരയിൽ സീറ്റിൽ ഇരുന്നു കൊണ്ട് അവർ വാദിക്കുകയായിരുന്നു. ഇരിക്കാൻ സീറ്റില്ല എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് BJP നേതാക്കന്മാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി പ്രകോപനത്തോടെ സംസാരിച്ചു, ക്ഷോഭിച്ചു സംസാരിച്ചു, പ്രതിഷേധിച്ചു എന്നാണ് ഇപ്പോൾ റിനു നൽകിയ വിവരം. ഈ വിവരത്തിന് ശേഷം അടുത്തൊരു ഇടവേള.